ഹായ്, ഓഡോ ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിന് തൊട്ട് മുമ്പ് എന്താണ് ഓഡോ ERP എന്താണ്, അതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം, ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. നമുക്കറിയാം, റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ പോയിൻ്റ് ഓഫ് സെയിൽ, അതായത് ബില്ലിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന പല സോഫ്റ്റ്വെയറുകളുണ്ട്. അതിൽ റെസ്റ്റോറൻറ്റിൻ്റെ കേസിൽ ഓഡോ ഒരു ബെസ്റ്റ് സൊല്യൂഷനായിട്ടാണ് അതിൻ്റെ ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഓഡോ റെസ്റ്റോറൻറ്റ് പോയിൻ്റ് ഓഫ് സെയിൽ പരിചയപ്പെടാം. ഓഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൊഡ്യൂൾസിൻ്റെ ലിസ്റ്റ് കാണാൻ പറ്റും. അതിൽ പോയിൻ്റ് ഓഫ് സെയിൽ എന്നുള്ള മൊഡ്യൂൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 സെഷൻസ് കാണാം. സെഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ 2 കൗണ്ടർ അല്ലെങ്കിൽ 3 കൗണ്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് സെഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരു റെസ്റ്റോറൻറ്റ്, ആ റെസ്റ്റോറൻറ്റിൽ ഒരു ക്യാഷ് കൗണ്ടർ ഉണ്ട്. സപ്പോസ് ക്യാഷ് കൗണ്ടറിൽ തന്നെ ഒരെണ്ണം വിത്ത് കാഷ്യറാണ്. നമുക്കവിടെയുള്ള മെനു നോക്കിയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ചെയ്യുന്ന ആ ഒരു രീതി. ദെൻ നമുക്ക് കിയോസ്കിൻ്റെ ഒരു സെഷൻ ഉണ്ട്. ഇത് സെൽഫ് ഓർഡറിങ് സിസ്റ്റമാണ്. നമുക്ക് തന്നെ കിയോസ്കിൽ പോയിട്ട് മെനു സെലക്ട് ചെയ്ത് അതിനനുസരിച്ചിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും. സെൽഫ് ഓർഡറിങ് സിസ്റ്റം. ആദ്യം റെസ്റ്റോറൻറ്റിൻ്റെ സെഷൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ റെസ്റ്റോറൻറ്റ് പേര് കൊടുത്തിട്ടുണ്ട്. പേരെന്ത് വേണമെന്ന് നിങ്ങൾക്ക് കൊടുക്കാം. അതേപോലെ ഓപ്പൺ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. ഇത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പോകുന്ന ഒരു വിൻഡോയിൽ ഓപ്പണിംഗ് കൺട്രോൾ എന്ന് കാണാം. ഇവിടെ നമുക്ക് ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാഷ്യർക്ക് അവരുടെ ക്യാഷ് ഡ്രോയറിൽ എത്ര ഓപ്പണിംഗ് ക്യാഷ് ഉണ്ട്, 0 ആണെങ്കിൽ 0 കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എത്ര കോയിൻസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത്. പെറ്റി ക്യാഷായിട്ട് യൂസ് ചെയ്യുന്ന ക്യാഷാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഓപ്പണിംഗ് നോട്ട് എന്തെങ്കിലും നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ഓപ്പൺ രജിസ്റ്റർ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് 2 ഫ്ലോറായിട്ടാണുള്ളത്, മെയിൻ ഫ്ലോർ അതേപോലെ റേഷ്യോ. ഇതിൽ ഈ ടേബിൾ സ്ട്രക്ചറൊക്കെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലിവിടെ ടേബിൾ നമ്പർ ഡിഫൈൻഡ് ആണ്. അതേപോലെ വേറെ ഒരു ഫ്ലോറിൽ ടേബിളും അതിൻ്റെ നമ്പേഴ്സും ഡിഫൈൻഡ് ആണ്. നമുക്ക് ഒന്നുകിൽ ടേബിൾസ് സെലക്ട് ചെയ്ത് അതിലേക്ക് ഓർഡർ എടുക്കാം. ഇതിൽ മെയിനായിട്ട് 3 പ്രീസെറ്റ്സ് ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഡൈൻ ഇൻ ഓർ ഈറ്റ് ഇൻ, ടേക്ക് അവേ ഓർ ടേക്ക് ഔട്ട്, ദെൻ ഡെലിവറി. ടേബിളിൻ്റെ കേസ് ഡൈനിൻ ആണെങ്കിൽ നമുക്ക് ടേബിൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മെനു സ്ക്രീനിലേക്ക് പോവാം. ഇനി അതല്ലെങ്കിൽ ന്യൂ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സ്ക്രീനിലേക്ക് പോകാം. ഞാനിവിടെ 101 എന്നുള്ളൊരു ടേബിൾ സെലക്ട് ചെയ്യാണ്. ദെൻ മെനു ബാർ, അതായത് നമ്മൾ ഐറ്റംസ് ലിസ്റ്റ് ചെയ്ത് സ്ക്രീനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാറ്റഗറീസ് മേലെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇതിൽ പിക്ചറും കൂടെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിക്ചർ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാറ്റഗറിക്ക് നമുക്ക് പിക്ചർ കൊടുക്കാൻ പറ്റും. നമ്മൾ ഫുഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാറ്റഗറിയുടെ അണ്ടറിൽ എന്തൊക്കെയാണോ ഐറ്റംസ് കൊടുത്തത് അതൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഡ്രിങ്ക്സ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഡ്രിങ്ക്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. നമുക്ക് ഈ ഒരു സ്ക്രീന് നോക്കുകയാണെങ്കിൽ ടോപ്പ് റൈറ്റ് സൈഡിൽ ഹാംബർഗർ മെനു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒരു ആപ്പായിട്ട് ഡെസ്ക്ടോപ്പിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ക്യാഷ് ഇൻ ക്യാഷ് ഔട്ട്, റീലോഡ് പ്രൊഡക്ട്സ് നമുക്ക് സിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പുതിയൊരു ഐറ്റംസ് നമുക്ക് POS എന്ന് തന്നെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ബാക്ക് എൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബാക്ക് എൻഡ്, അതുപോലെ ക്ലോസ് കൗണ്ടർ ഓർ ക്ലോസ് രജിസ്റ്റർ. നമ്മളിപ്പം സെയിൽ കഴിഞ്ഞു രാത്രി എപ്പോഴാണോ നമ്മൾ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യുന്നത് ആ സമയത്ത് രജിസ്റ്റർ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നു. ദെൻ നമുക്ക് ഐറ്റംസ് സെർച്ച് ചെയ്യാം. നെയിം വഴി അല്ലെങ്കിൽ ബാർകോഡ് വഴി നമുക്ക് ഐറ്റം കോഡ് വഴിയൊക്കെ ഇവിടെ ഐറ്റംസ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ CL എന്നടിക്കുമ്പോൾ തന്നെ ക്ലബ്ബ് CLU കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ആവും. ദെൻ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ ഇതാണ് കാർട്ട് ഏരിയ. ഇവിടെയാണ് ഐറ്റംസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ ആവുന്നത്.
ടേബിൾസിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, രജിസ്റ്റർ, അതേപോലെ ഓർഡേഴ്സ്, ഓൺ ഗോയിങ് ഓർഡേഴ്സ്, അതുപോലെ ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം കൂടെ ഉണ്ട്. നമുക്കിപ്പം ടേബിളുകൾ അല്ലെങ്കിൽ സ്ലോട്ട് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ഏറ്റവും ബോട്ടം കസ്റ്റമർ, അതേപോലെ നോട്ട്, ഈറ്റിൻ, ഇതാണ് നമ്മുടെ പ്രീസെറ്റ്സിൻ്റെ ഏരിയ വരുന്നത്. ദെൻ ആക്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് മെനൂസ് കാണാൻ പറ്റും. നമ്പർ ഓഫ് ഗസ്റ്റ്, അതുപോലെ ബില്ലിങ്, ബില്ല് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ട്രാൻസ്ഫർ ഓർ മെർജ്, നമുക്ക് ഒരു ടേബിളിൽ നിന്ന് വേറെ ടേബിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ 2 ടേബിൾ ഒരുമിച്ച് ബില്ല് ചെയ്യാം, മെർജ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് ഓർഡർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ക്യാൻസൽ ഓർഡർ, റീഫണ്ട്, പ്രൈസ് ലിസ്റ്റൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഐറ്റംസ് ആഡ് ചെയ്യാണ്. ഇപ്പോൾ ടേബിൾ 101 ആണ് സെലക്ട് ചെയ്തത്, ബീക്കൺ ബർഗർ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അതിൽ ബീക്കൺ ബർഗറിൻ്റെ കൂടെ നമുക്ക് സൈഡ്സ് ഇവിടെ ഒരു വേരിയൻസ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൻ്റെ പ്രൈസ് ഇവിടെ ഇൻക്ലൂഡിങ് വാറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു, ആഡ് കൊടുത്തു, അപ്പോൾ കാർട്ടിലേക്ക് അത് ആഡ് ആയിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് ഇവിടെ വന്നിട്ടുണ്ട്, വാറ്റ് സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ഐറ്റം കൂടെ ആഡ് ചെയ്യാണ്. നമുക്കിവിടെ ചോയ്സുകളുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. ചോയ്സ് കൊടുത്തു, ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ ഡ്രിങ്ക്സ് എനിക്ക് ഇവിടെ ചൂസ് ചെയ്യാം, ആഡ് ടു ഓർഡർ കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മെനുവിൻ്റെ കൂടെ ഐറ്റംസിൻ്റെ കൂടെയാണ് കാണിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലും അതേപോലെ വന്നിട്ടുണ്ട്. ഇനി ഡ്രിങ്ക്സ് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഡ്രിങ്ക്സ് നമുക്കിവിടെ ഐറ്റംസ് ആഡ് ചെയ്യാം. ഇത് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ലെഫ്റ്റ് സൈഡിലെ കാർട്ടിലേക്ക് ഐറ്റംസ് ലോഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ദെൻ നമുക്ക് ഇവിടെ ഈറ്റിനാണോ, ഡൈനിനാണോ, ടേക്ക് ഔട്ട് ആണോ, ഡെലിവറി ആണോ എന്ന് കൊടുക്കാം. ഈറ്റിനാണെങ്കിൽ നമ്മൾ ഓൾറെഡി ടേബിൾ സെലക്ട് ചെയ്തുകൊണ്ട് ഡീഫോൾട്ട് ഈറ്റിൻ വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കിച്ചൺ പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഏതൊക്കെയാണോ നമ്മൾ സെക്ഷൻ വൈസ് കൊടുത്ത്, ഇപ്പോൾ ജ്യൂസിൻ്റെ ഏരിയയിലേക്ക് വേറൊരു പ്രിൻ്റർ, അതേപോലെ നമുക്ക് ഡിഫറെൻറ്റ് സെക്ഷൻ ആക്കി തിരിച്ചിട്ട് അങ്ങോട്ടേക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും പ്രിൻ്റർ. സോ ഞാനിവിടെ ജസ്റ്റ് ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഓർഡർ അവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ആ ഓർഡർ പിന്നെ റീകോൾ ചെയ്യാൻ പറ്റും. ഓർഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓർഡർ ഇവിടെ ഓൺ ഗോയിങ് ആയിട്ട് കാണാം. ആ ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ ലോഡ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഐറ്റംസ് ഇവിടെ വന്നു. ഇനി നമുക്ക് കസ്റ്റമർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫില്ല് ചെയ്യാം. അപ്പോൾ കസ്റ്റമർ എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്കിവിടെ പേരോ അല്ലെ ഫോൺ നമ്പറോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ 399 അടിച്ചപ്പം ഫോൺ നമ്പർ 399 വന്നിട്ടുള്ള, അല്ലെങ്കിൽ അഡ്രസ്സിലോ എവിടെയാണോ 399 വന്നിട്ടുള്ളത് അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതെല്ലാം പേരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി പുതിയ കസ്റ്റമർ ആണെങ്കിൽ നമുക്കിവിടെ ക്രിയേറ്റ് കൊടുത്തിട്ട് കസ്റ്റമർ ഡീറ്റെയിൽസ് ഇവിടെ ഫീഡ് ചെയ്യാം. അവരുടെ ഫോൺ നമ്പർ, അതേപോലെ ഇമെയിൽ ID ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി ഉള്ളൊരു കസ്റ്റമറെ ഇവിടെ സെലക്ട് ചെയ്തു. ദെൻ പേയ്മെൻറ്റ് എടുത്തു. പേയ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ക്യാഷ്, കാർഡ്, അതേപോലെ കസ്റ്റമർ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ വേറെയും പേയ്മെൻറ്റ് മെത്തേഡുകൾ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ ഇപ്പം ക്യാഷ് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കസ്റ്റമർ $30 ക്യാഷ് ആയിട്ടും റിമൈനിങ് കാർഡായിട്ടുമാണ് നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ നമുക്ക് ഇൻവോയ്സ്, ഇപ്പം A4 സൈസുള്ള വലിയ ഇൻവോയ്സ് അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഈ ഫുൾ പേയ്മെൻറ്റ് ക്യാഷ് ആയിട്ട് വാലിഡേറ്റ് ചെയ്യാം. വാലിഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ മെയിൽ ഇൻ്റഗ്രേഷൻ ചെയ്യാം. അതുപോലെ വാട്സപ്പ് ഉണ്ട്, SMS ഉണ്ട്. ഇതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബില്ല് അവർക്ക് ഡിജിറ്റലായിട്ട് അയച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഈ ബില്ല് പ്രിൻറ്റ് ചെയ്തെടുക്കാനും പറ്റും. ഈ ഒരു ബില്ലൊക്കെ നമുക്ക് ലോഗോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഡിസൈൻ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഡൈനിൻ്റെ ഒരു ഓർഡറാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ന്യൂ ഓർഡറിൽ പോയിട്ട് ഒരു പുതിയൊരു ഓർഡർ പ്ലേസ് ചെയ്യാണ്. ഇത് നമുക്ക് സെറ്റ് ടാബിൾ ഓപ്ഷൻ ഉണ്ട്, സെറ്റ് ടാബ് ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ആക്ഷൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ ടേക്ക് ഔട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ടൈം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം ഞാനിവിടെ ഡേറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൈം സെറ്റ് ചെയ്തു, ടേക്ക് ഔട്ട് കൊടുത്തു. ഇത് നമുക്ക് പേയ്മെൻറ്റിലേക്ക് പോവാം. പേയ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഓർഡർ ഞാൻ ഡെലിവറിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം 2 ചൂസ് ചെയ്തു. അതിനുശേഷം
ഡെലിവറി ചൂസ് ചെയ്തു. ഡെലിവറി ചൂസ് ചെയ്യുമ്പോൾ ഒരു ഡെലിവറി അഡ്രസ്സ് ചോദിക്കും. നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതിൽ ഓൾറെഡി ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ദെൻ നമുക്കിതിലേക്ക് പേയ്മെൻറ്റ് വാലിഡേറ്റ് ചെയ്യാം. ഓക്കെ, 3 ടൈപ്പ് ഓർഡറുകളും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിപ്പോൾ ഓർഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഓർഡേഴ്സൊക്കെ ബ്ലാങ്ക് ആണ്, ഓൺ ഗോയിങ് ഓർഡറുകളൊന്നുമില്ല, എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബുക്കിംഗ്, ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് ബുക്കിംഗ് വരുന്നുണ്ടെങ്കിൽ വലിയ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്വാൻസ് അല്ലെങ്കിൽ റിസർവേഷൻ ചെയ്യുകയാണെങ്കിൽ ബുക്കിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കലണ്ടർ പോലെ വന്നിട്ടുണ്ട്. ടേബിൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിവിടെ ബുക്കിംഗ് കൂടെ പെർഫോം ചെയ്യാൻ പറ്റും. ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ബുക്കിംഗ് നെയിം, അതുപോലെ സ്റ്റാറ്റസ്, റിക്വസ്റ്റ് ആണോ അല്ലെ ബുക്ക്ഡ് ആണോ, അതുപോലെ അപ്പോയിൻമെൻറ്റ് ഏതാണ്, ഏരിയ, ഡേറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ട് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഇനി ഇത്രയായി കഴിഞ്ഞാൽ POSൻ്റെ ഫ്രണ്ട് സ്ക്രീനാണ്. ഇത്രയും ഫീച്ചേഴ്സാണ് POSൻ്റെ ഫ്രണ്ട് സ്ക്രീനിൽ വരുന്നത്. ഇനി നമ്മൾ ബാക്ക് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഓർഡേഴ്സിൻ്റെ ലിസ്റ്റിൽ ഇതുവരെയുള്ള കംപ്ലീറ്റ് ഓർഡേഴ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതുപോലെ അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, ഓർഡേഴ്സ് ഡീറ്റെയിൽസ്, കസ്റ്റമർ ഡീറ്റെയിൽസ് ഒക്കെ ലിസ്റ്റഡ് ഔട്ടാണ്. അതുപോലെ സെഷൻസ്, പേയ്മെൻറ്റ്, കസ്റ്റമേഴ്സിൻ്റെ മാസ്റ്റേഴ്സ്. പിന്നെ റിപ്പോർട്ടിംഗ് സൈഡ് നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. കാറ്റഗറി വൈസ്, പ്രൊഡക്റ്റ് വൈസ് നമുക്കത് ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇത്രയും കോംപ്രഹെൻസീവായിട്ട് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു POS ഇൻ്റർഫേസ് ആണ് ഒഡോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ 18.1 അതിൽ വന്നിരിക്കുന്നത്. അതുപോലെ കിയോസ്ക് ആണെങ്കിലും നമുക്കിതുപോലെ സെൽഫ് ഓർഡറിങ് സിസ്റ്റമാണ്. അതുപോലെ ഇത് നമുക്ക് കോൺഫിഗറേഷനിൽ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡുകൾ എത്ര വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ പ്രീസെറ്റുകൾ റീഡിഫൈൻ ചെയ്യാം, ഫ്ലോർ പ്ലാൻസ് ഡിസൈൻ ചെയ്യാം, അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ ഇൻ്റഗ്രേഷൻസ് അവൈലബിൾ ആണ്. ഇൻ്റഗ്രേഷൻസ് എന്ന് പറയുമ്പം സൊമാറ്റോ, സ്വിഗ്ഗി പോലത്തെ, അതേപോലെ കരീം, അതുപോലുള്ള തേർഡ് പാർട്ടി ഡെലിവറി പ്രൊവൈഡേഴ്സിൻ്റെ API പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ ഇതിൽ പോസിബിളാണ്. ഞാനിവിടെ ഈ കാർഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഡെലിവറി പേയ്മെൻറ്റ് ടിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡെലിവറി പ്രൊവൈഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇൻ്റഗ്രേഷൻ വിത്ത്, ഇതൊക്കെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ പാർട്ട്നേഴ്സാണ്. ഫൈനാൻസുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. ഫൈനാൻഷ്യൽ ലെവലിൽ നമുക്ക് വൺസ് ഒരു POS സെഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഫൈനാൻസിൽ അതിൻ്റെ എൻട്രീസ് കാര്യങ്ങളൊക്കെ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇതിൽ മാപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത്രയൊക്കെയാണ് ഒഡോയുടെ പോയിൻ്റ് ഓഫ് സെയിലിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. അപ്പം വരും വീഡിയോകളിൽ നമ്മളിതിൽ കൂടുതൽ പോയിൻ്റ് ഓഫ് സെയിലിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലോർ ചെയ്യും. റെസ്റ്റോറൻറ്റിൻ്റെ പോയിൻ്റ് ഓഫ് സെയിൽ മാത്രമാണ് ഇപ്പം ഡിസ്ക്രൈബ് ചെയ്തത്. റീറ്റെയിലിൻ്റെ പോയിൻ്റ് ഓഫ് സെയിലും ഇതിലും ഒരുപാട് ഫീച്ചേഴ്സ്, ലോയാലിറ്റി പോലത്തെ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഓക്കെ, എനിവേ, താങ്ക് യു.